ഹായ് ഓൾ. ഇന്ന് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് ശേഷമുള്ള അടുത്ത പാർട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഡൈനമിക്സ് ഓഫ് റിജിഡ് ബോഡി. അപ്പോൾ ഡൈനമിക്സ് ഓഫ് റിജിഡ് ബോഡിയാണ് നോക്കുന്നത്. അപ്പോൾ ഡൈനമിക്സ് ഓഫ് റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു റിജിഡ് ബോഡി എന്താണെന്ന്. റിജിഡ് ബോഡി എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പിനോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അത്ര ഹാർഡായിട്ടുള്ള ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്, റിജിഡ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ റിജിഡ് ബോഡിയുടെ ഡൈനമിക്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡൈനമിക്സ് ഓഫ് റിജിഡ് ബോഡി നോക്കൂ. 3 കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു റോഡാണെന്ന് വിചാരിക്കുക. പക്ഷേ റോഡ് കൺസിഡർ ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിട്ടുള്ളൊരു റോഡാണെന്ന് വിചാരിക്കുക. അപ്പോൾ വളരെ സ്മൂത്തായിട്ടുള്ള റോഡിൽ ഒരു റിജിഡ് ആയിട്ടുള്ള ബോഡീനെ എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ ഇതൊരു ഇതൊരു സോളിഡ് സിലിണ്ടറല്ല, ഒരു സോളിഡ് സ്പിയർ ആണെന്ന് പറയുകയാണെന്ന് വിചാരിക്കൂ. അപ്പോൾ എന്താ ഇവിടെ ചെയ്യുന്നത്, ആ സോളിഡ് സ്പിയറിനെ വളരെ സ്മൂത്തായിട്ടുള്ളൊരു സർഫസിൽ കൂടെ പാസ് ചെയ്യിക്കുവാണ്. അല്ലെങ്കിൽ മിസ് ഇവിടെ ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇത് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ റിജിഡ് ബോഡിയിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡൈനമിക്സ് എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോഡീനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് കൊടുത്ത് വിടുന്ന സമയത്ത് ഒന്നാമതായിട്ട് ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോഷൻ എന്ന് പറയുന്നതാണ് പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ. പ്യുവർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എന്താ, ഇത് നേരെ അങ്ങ് എന്തായി പോവാണ്, ഉരുണ്ടങ്ങ് പോവാണ്. അതാണ് പ്യുവർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി രണ്ടാമത് പ്യുവർ ട്രാൻസ്ലേഷൻ കഴിഞ്ഞു. ഇനി രണ്ടാമത് ഇതിൽ ഉണ്ടാവുന്ന കാര്യം എന്താണെന്ന് നോക്കിയേ. അപ്പം ഇത് ഉരുണ്ട് പോവാണ് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും, ആദ്യം ഇത് കുറച്ച് സ്ട്രെയിറ്റ് പോകുമ്പോൾ എന്താണ്, റൊട്ടേഷനൊന്നും ഉണ്ടാവത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ ബോഡി സ്വയം റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റൊട്ടേഷനും ഉണ്ട്, ട്രാൻസ്ലേഷനും ഉണ്ട്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് പ്യുവർ റൊട്ടേഷൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് പ്യുവർ റൊട്ടേഷനാണ്. അപ്പോൾ ആദ്യം മിസ് ഫോഴ്സ് കൊടുത്തപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വസ്തു പതിയെ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എത്തിയപ്പോൾ സ്പീഡ് കൂടുന്ന അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എത്തിയപ്പോൾ എന്ത് ചെയ്തു, അത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ പ്യുവർ റൊട്ടേഷൻ എന്ന് പറയുന്നതും ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഇനി എന്താണ് പ്യുവർ റോളിംഗ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പ്യുവർ റോളിംഗ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? പ്യുവർ റോളിംഗ് എന്ന് വെച്ചാൽ ഇത് എന്ത് ചെയ്യണം, ട്രാൻസ്ലേഷനും ചെയ്യണം പ്ലസ് റൊട്ടേഷനും ചെയ്യണം. അതിനെയാണ് നമ്മൾ പ്യുവർ റോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്യുവർ റോളിംഗ് എന്ന് പറയുന്നത് എന്താണ് നോക്കിക്കേ. പ്യുവർ റോളിംഗ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ. അപ്പോൾ ഒരു സ്മൂത്തായിട്ടുള്ള സർഫസിലേക്ക് നമ്മൾ ഇതിനെ പാസ് ചെയ്യിക്കുമ്പോൾ ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ നടക്കും. ഇതിനെ ചേർത്ത് നമ്മൾ പറയുന്നതാണ് പ്യുവർ ആയിട്ടുള്ള റോളിംഗ്. അതേസമയം ചില കേസുകളിൽ നമുക്ക് അറിയാം എന്ത് ചെയ്യും, ബോൾ അല്ലെങ്കിൽ ഒരു റിജിഡ് ബോഡി ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സർഫസിൽ കൂടെ ഉരുട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള റോളിംഗ് ആയിരിക്കത്തില്ല ഉണ്ടാവുന്നത്. പകരം എന്തായിരിക്കും അവിടെ ഉണ്ടാകുക, സ്ലിപ്പിംഗ് അവിടെ സംഭവിക്കും. അതായത് എന്ത് ചെയ്യും, തെന്നി പോകും. അത് നമ്മൾ കൺസിഡർ ചെയ്യരുത്. അത് നമുക്ക് വേണ്ടാത്ത ഒരു കാര്യമാണ്. സ്ലിപ്പല്ല ചെയ്യേണ്ടത് ശരിക്കും. അപ്പോൾ റോളിങ്ങും സ്ലിപ്പിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. റോളിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ട്രാൻസ്ലേഷൻ മോഷനും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ റൊട്ടേഷൻ മോഷനും ഉണ്ടായിരിക്കണം. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഈ പ്രോസസ്സ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഞാൻ പറയാണ് ഒരു സ്മൂത്ത് സർഫസ്. ഒരു റിജിഡ് ബോഡി മിസ് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ റിജിഡ് ബോഡി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മുമ്പിലേക്ക് പോകും. അപ്പോൾ മുമ്പിലേക്ക് പോകുമ്പം ഒരു പെർട്ടിക്കുലർ പൊസിഷൻ വരെ അത് ട്രാൻസ്ലേഷൻ മോഷൻ ആയിരിക്കും കാണിക്കുന്നത്. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് പോകും.
ആ സമയത്ത് റൊട്ടേഷൻ ഉണ്ടാവത്തില്ല. അപ്പം ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതിന് എഗനിസ്റ്റായിട്ടൊരു ഫോഴ്സസ് നടക്കുമല്ലോ, ആ ഫോഴ്സിനെ നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പണ്ടൊക്കെ ചെറിയ ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് നമ്മളിങ്ങനെ ബാക്കിൽ നിന്ന് അതിനെ ഇങ്ങനെ ഒരു ത്രെഡ് കാണും, അത് വലിച്ചിട്ട് വിടുകയാണ്. അപ്പോൾ അത് വലിച്ചിട്ട് വിടുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് തനിയെ നിൽക്കും അല്ലേ, അല്ലെങ്കിൽ ആ ഫോഴ്സിൻ്റെ ഇത് കഴിയുമ്പോൾ അത് തനിയെ നിൽക്കും. അപ്പോൾ നമ്മൾ പർട്ടിക്കുലർ ഫോഴ്സ് കൊടുത്തു, അതായത് ആ വള്ളി ഇങ്ങനെ പിടിച്ച് വലിച്ചു, അത് മുമ്പിലേക്ക് പോയി, അത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, അതായത് ഫ്രിക്ഷൻ അവിടെ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതവിടെ നിൽക്കുന്നത്. ഇൻ ദ സെയിം വേ എന്ത് സംഭവിക്കും, ട്രാൻസ്ലേഷനായിട്ട് ഒരു ബോള് അല്ലെങ്കിൽ ഒരു റിജിഡ് ബോഡിക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അത് മുമ്പിലേക്ക് പോകുന്നു. ഇനിയും ഇവിടെ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, ഇതിന് എഗനിസ്റ്റായിട്ട് ഒരു ഒപ്പോസിങ് ഫോഴ്സ് അല്ലെങ്കിൽ അഥവാ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുമ്പോൾ ഈ ബോഡിയുടെ ട്രാൻസ്ലേഷൻ മോഷൻ കുറയും. ട്രാൻസ്ലേഷൻ മോഷനെ കുറഞ്ഞത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇതിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും, ഫ്രിക്ഷൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഫ്രിക്ഷൻ എപ്പോഴും ടോർക്കിനെ പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആളാണ്, ടോർക്കാണ്. അപ്പോൾ ഇങ്ങനെ റിജിഡ് ബോഡിക്ക് ഫ്രിക്ഷൻ അവിടെ ആക്ട് ചെയ്യുമ്പോൾ റിജിഡ് ബോഡി സ്റ്റാർട്ട് ടു റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത്രയും നേരം പ്യുവർ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്യുവറായിട്ട് സ്ട്രെയിറ്റ് ലൈൻ അല്ലെ ലീനിയർ ആയിട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ വസ്തു ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതിനെയും കറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ലേഷനും റൊട്ടേഷനും കൂടെ ചേർന്നാണ് നമ്മൾ ശരിക്കും റോളിംഗ് എന്ന് പറയുന്നത്. വിതിൻ സെക്കൻഡ്സ് അല്ലെ കുറച്ച് നേരത്തിനുള്ളിൽ ഇത് സംഭവിക്കും അല്ലേ. നമുക്ക് സെപ്പറേറ്റ് കണ്ണുകൊണ്ട് അത്രയും നേരം ട്രാൻസ്ലേഷൻ റൊട്ടേഷൻ അങ്ങനെ നമ്മൾ നോക്കുന്നില്ലല്ലോ, പെട്ടെന്ന് നമുക്കൊരു വസ്തു റോൾ ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ റോളിംഗ് എന്ന് വെച്ചാൽ ട്രാൻസ്ലേഷനും ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് റൊട്ടേഷനും ഉണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ റൊട്ടേഷൻ എങ്ങനെയാണ് വന്നത്, അവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യണം. ഇപ്പോൾ പല ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ചില ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും ഇങ്ങനെ 1 മിനിറ്റ് ഓക്കെ. സോ ഇങ്ങനെ എന്താ ചോദിക്കുകയെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ബോഡി, ഒരു റിജിഡ് ബോഡിയെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് കൊടുത്ത് ഫ്രണ്ടിലേക്ക് വിടുവാണ്. പക്ഷെ അവിടെ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 0 ആണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആ ബോഡിയിൽ ഉണ്ടാവുന്ന റോളിംഗ് എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ബോഡിയിൽ ഉണ്ടാവുന്ന റൊട്ടേഷൻ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, റൊട്ടേഷൻ അവിടെ നടക്കത്തില്ല, ട്രാൻസ്ലേഷൻ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം ടോർക്കിൻ്റെ കോയിഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡോണ്ട് വറി അബൌട്ട് ദിസ്, ബട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഒരു റിജിഡ് ബോഡീനെ ആദ്യം നമ്മളൊന്ന് ഉരുട്ടി വിടുന്ന സമയത്ത് ട്രാൻസ്ലേഷൻ, ദെൻ അത് കൺവേർട്ട് ചെയ്ത് ഒരു ടോർക്ക് ഒപ്പോസ് ചെയ്യുന്ന സമയത്ത് അത് കൺവേർട്ട് ചെയ്ത് റൊട്ടേഷനായിട്ട് മാറുന്നു. ഈ ട്രാൻസ്ലേഷനും റൊട്ടേഷനും രണ്ടും കൂടെ നമ്മൾ പറയുന്നതാണ് റോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് റിജിഡ് ബോഡിയിൽ പ്യുവർ റോളിംഗ് എന്ന് പറയുന്നത്. പ്യുവർ ട്രാൻസ്ലേഷൻ പ്ലസ് പ്യുവർ റൊട്ടേഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നോക്കൂ, അടുത്ത കൺസെപ്റ്റ് നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ പ്യുവർ റൊട്ടേഷനും അതുപോലെ തന്നെ പ്യുവർ ട്രാൻസ്ലേഷനും അതുപോലെ തന്നെ റൊട്ടേഷനും എങ്ങനെയായിരിക്കും വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്യുവർ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഇങ്ങനെ, അതായത് നമുക്കൊരു കോർഡിനേറ്റ് വരച്ച് കാണിക്കാം. ഇപ്പോൾ ചിലപ്പം ഈ വസ്തു എക്സ് ആക്സസിൽ കൂടെ പോവാം, അല്ലെങ്കിൽ വൈ ആക്സസിൽ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഇസഡ് ആക്സസിൽ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഈ ഒരു റിജിഡ് ബോഡി എങ്ങനെ വേണേലും പോവാം. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നോർമലായിട്ട് ½ mv² അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഓരോ കോർഡിനേറ്റിൻ്റെയും വെച്ച് നോക്കുമ്പോൾ ലഗ്രാഞ്ചിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ, ലഗ്രാഞ്ചിൽ ചെയ്യാൻ നേരം നമ്മൾ പഠിച്ചില്ലേ, ദാറ്റ് ഈസ് ½ mx² പ്ലസ് ½ my² പ്ലസ് ½ mz², ഇതുപോലെ അങ്ങ് പോയാൽ മതിയാവും. ഓക്കെ, ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇത് ഓർത്ത് വെക്കുക. കൈനറ്റിക് എനർജി നമുക്ക് ഓൾറെഡി അറിയാം, ½ mv². അത് തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് എക്സ് ആക്സിസ് കൂടെ പോകുമ്പോൾ വൈ ആക്സിസ് കൂടെ പോകുമ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് ആവുന്നു എന്ന് മാത്രം. ഇനി അടുത്തത് നോക്കിക്കേ, ഇനിയും പ്യുവർ റൊട്ടേഷൻ എങ്ങനെ എഴുതാൻ പറ്റും എന്ന് നോക്കാവേ. പ്യുവർ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അവിടുത്തെ പ്രത്യേകത? അതായത് മിസ് പറഞ്ഞു, ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കവിടെ വരുന്ന ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ½ mv² ആണ് വരുന്നത്. ½ mv² ആണ് വരുന്നത് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ½
എം നോക്കിക്കേ, ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞു, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇസ് ദ റൊട്ടേഷണൽ ഇക്വലൻ്റ് ഓഫ് മാസ്. അതായത് മാസിൻ്റെ റൊട്ടേഷണൽ ഇക്വലൻറ്റിനെയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന്. ഇന്നലത്തെ വീഡിയോ കണ്ടതിന് ശേഷം, അതായത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പാർട്ട് 1 വീഡിയോ കണ്ടതിന് ശേഷമേ ഇതിലേക്ക് വരാവൂ കേട്ടോ. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു റിജിഡ് ബോഡിയുടെ ഇക്വലൻ്റ് മാസ് അല്ല, ഇക്വലൻ്റ് റൊട്ടേഷണൽ ഇക്വലൻ്റ് ഓഫ് മാസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എമ്മിന് പകരം ഐ എഴുതാം, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എഴുതാം. വി എന്ന് പറയുന്ന നോർമൽ ആയിട്ടുള്ള വെലോസിറ്റി. അപ്പം അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റിയിലേക്ക് വരുമ്പോൾ ആംഗുലാർ വെലോസിറ്റി ആയിട്ട് മാറും. ഇതാണ് റൊട്ടേഷൻ്റെ ½I². ഐ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, ആംഗുലാർ വെലോസിറ്റി കേട്ടോ. അപ്പോൾ റൊട്ടേഷനിൽ മാസീവ് ഒബ്ജക്റ്റിനെ ആംഗുലാർ വെലോസിറ്റി ആയിട്ടും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയിട്ടും മാറുന്നു. ഓക്കെ, അപ്പോൾ മാസീവ് ഒബ്ജക്റ്റിൽ റൊട്ടേഷൻ്റെ സമയത്ത് ആംഗുലാർ വെലോസിറ്റിയും, അതായത് നോർമൽ ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്ന ആംഗുലാർ വെലോസിറ്റിയും മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയിട്ടും മാറുന്നു. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നോക്കൂ, നമുക്ക് പ്യുവർ ആയിട്ടുള്ള അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിസ് പറഞ്ഞു. ഇനി നോക്കിക്കേ, പ്യുവർ ആയിട്ടുള്ള നമ്മുടെ കണ്ടീഷൻ എളുപ്പമാവാൻ വേണ്ടി പ്യുവർ ആയിട്ടുള്ള റോളിംഗ്. അപ്പം മിസ് പറഞ്ഞു റോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ലേഷനും അതുപോലെ തന്നെ പ്യുവർ റൊട്ടേഷനും പ്യുവർ ട്രാൻസ്ലേഷനും കൂടെ ചേരുന്നതാണ് റോളിംഗ് എന്ന് പറയുന്നത്. അപ്പം കണ്ടീഷൻ ഫോർ റോളിംഗ് ഒന്ന് എഴുതി വെച്ചു. അതായത് റോളിംഗ് നടക്കാനുള്ള കണ്ടീഷൻ ഫോർ റോളിംഗ് നടക്കാനുള്ള കണ്ടീഷൻ. അപ്പോൾ കണ്ടീഷൻ ഫോർ റോളിംഗ് എന്ന് പറയുന്നത് ഇതാണ്: VC = ωr. അതുപോലെ തന്നെ AC = αr. എഴുതിയോ? VC = ωr, AC = αr. അതായത് VC എന്ന് വെച്ചാൽ നമുക്ക് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയാം. മിസ് നേരത്തെ ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്ലിപ്പ് ആവരുത്. അതായത് തെന്നി പോവാതെ കറക്റ്റായിട്ടുള്ളത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതായത് ഇങ്ങനെ സ്ലിപ്പ് ആവാതെ കറക്റ്റായിട്ട് ഒരു വസ്തു റോൾ ചെയ്ത് പോകുവാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ റിജിഡ് ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ മാസീവ് പാർട്ട് ഏറ്റവും കമ്പാക്റ്റായിട്ട് വന്നേക്കുന്ന പാർട്ടാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. സ്ലിപ്പ് ചെയ്യാതെ കറക്റ്റ് റോൾ ആയി പോവുകയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് കറക്റ്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. എവിടെ നിന്ന്? സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് കാണാൻ പറ്റും. മിസ് ഒന്നുകൂടെ എഴുതി തരാം കേട്ടോ. നോക്കിക്കേ, കണ്ടീഷൻ ഫോർ റോളിംഗ് നോക്കൂ. ദാറ്റ് ഈസ് VC. അതായത് പ്യുവർ ആയിട്ടുള്ള റോളിങ്ങിൻ്റെ സമയത്ത് എനിക്ക് വെലോസിറ്റി സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് എടുക്കാൻ പറ്റും, ഒമേഗ. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. AC = αr. V എന്ന് പറയുന്നത് വെലോസിറ്റി തന്നെ, ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ വെലോസിറ്റി, R എന്ന് പറയുന്ന റേഡിയസ്, ആൽഫ എന്ന് പറയുന്നത് ആംഗുലാർ ആക്സിലറേഷൻ. ഇത് നോർമൽ ലീനിയർ ആക്സിലറേഷൻ, ഇത് റേഡിയസ്. ഇത് ആൽഫ എന്ന് പറയുന്നത് ആ പുതിയ ടേം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അതെന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ ആക്സിലറേഷൻ ആണ്. ഓക്കെ, ആംഗുലാർ ആക്സിലറേഷൻ ആണ് കേട്ടോ, ആംഗുലാർ ആക്സിലറേഷൻ. ഇനി നോക്കിക്കേ, അപ്പോൾ ഇത് രണ്ടും ഇപ്പം തന്നെ ഒന്ന് എഴുതിയെടുത്തേക്കാവോ? കണ്ടീഷൻ ഫോർ റോളിംഗ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, മാറ്റിയിട്ട് ഒരു മിനിറ്റ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ഇനി നമുക്ക് സ്ലിപ്പിങ്ങിൻ്റെ കണ്ടീഷനും കൂടെ ഒന്ന് എഴുതിക്കോ, അതുകൂടെ നമുക്ക് പഠിക്കണമല്ലോ. അതായത് ഒരു വസ്തു തെന്നി പോകണമെങ്കിൽ, ഒരു വസ്തു മിസ് പറയാണ്, ഒരു വസ്തുവിനെ, ഒരു റിജിഡ് ബോഡീനെ നമ്മളൊരു പെർട്ടിക്കുലർ ഫോഴ്സ് കൊടുത്ത് വിട്ടപ്പോൾ അത് റോളിംഗ് കാണിക്കുന്നില്ല. അതായത് അത് കറക്റ്റ് പ്യുവർ ട്രാൻസ്ലേഷനും പ്യുവർ റൊട്ടേഷനും കാണിക്കാതെ സ്ലിപ്പായി പോകുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാണ് ഒരു വസ്തു ഫോഴ്സ് കൊടുത്തു ഇങ്ങോട്ട് പോവോ
അതോ തിരിച്ച് ചിലത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഹൈറ്റോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളൊരു ബോഡിയെ വെച്ച് ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ അത് ബാക്കിലേക്ക് വരും, കുറച്ച് ഭാഗം ബാക്കിലേക്ക് വന്ന് പിന്നെ ഫ്രണ്ടിലേക്ക് പോകും. അങ്ങനെയൊക്കെയുള്ള നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത്, അപ്പോൾ നമുക്ക് പറയാണ് സ്ലിപ്പിങ് തന്നെ ഒന്നുകിൽ മുമ്പിലേക്ക് പോവാം, ഫോർവേഡായിട്ട് പോവാം, അല്ലെങ്കിൽ ബാക്ക്വേർഡായിട്ട് പോവാം. അപ്പോൾ ഇതിന് കണ്ടീഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അതായത് ഫോർവേഡ് സ്ലിപ്പിംഗ് ആണ് നടക്കുന്നതെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്നറിയുമോ? VCM, അതായത് സെൻറ്റർ ഓഫ് മാസ്, നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ കണ്ട വെലോസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ R⍵ ആയിരിക്കണം. R⍵. ഫോർവേഡ് സ്ലിപ്പിംഗ് ആണെങ്കിൽ VCM എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ R⍵, R×ω ആയിരിക്കണം. അതെഴുതിയോ? അതാണ് ഫോർവേഡ് സ്ലിപ്പിംഗ് എന്ന് പറയുന്നത്. അതേസമയം ബാക്ക്വേർഡ് സ്ലിപ്പിംഗ് ആണെങ്കിൽ VCM എന്ന് പറയുന്നത് ലെസ് ദാൻ R⍵ ആയിരിക്കണം. ഓക്കെ, ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. VCM എന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള സെൻറ്റർ ഓഫ് മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് R⍵ ഗ്രേറ്റർ ആവുന്ന സമയത്ത് എന്താണ്? ഫോർവേഡ് സ്ലിപ്പിംഗ് ആണെന്നാണ്, മുന്നിലേക്ക് പോകും. തിരിച്ച് ഓപ്പോസിറ്റ് വന്നാൽ പുറകിലേക്കും പോകും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരത്തെ നമ്മൾ ഓൾറെഡി എഴുതിയല്ലോ, അതായത് VCM = R⍵ എന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ റോളിങ്ങിൻ്റെ കണ്ടീഷനിലും എഴുതി. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒമേഗ ഒന്ന് കണ്ടുപിടിച്ചേ, VCM/R. ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് നമ്മൾ പ്രോബ്ലത്തിൻ്റെ ഇക്വേഷൻസ് എഴുതാൻ നേരം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കേ, എന്ത് കൺസെപ്റ്റ് ആണെന്ന് നോക്കിക്കേ. അതായത് ഈ കൺസെപ്റ്റിൻ്റെ പേരാണ് റോളിംഗ്. ഒരു മിനിറ്റ്. ഓക്കെ, റോളിംഗ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ. റോളിംഗ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ, അതിൻ്റെ അർത്ഥം എന്താടാ? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞുള്ളൂ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസേ വരുള്ളൂ, വരുന്നതൊക്കെ ഡയറക്റ്റ് ആയിരിക്കും. അപ്പോൾ റോളിംഗ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായോടാ? മീൻസ് ഒരു കാര്യം വരച്ച് കാണിക്കാം. നോക്കിക്കേ, അതായത് ഇതാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മൾ പാർക്കിലൊക്കെ പോവില്ലായിരുന്നോ കുഞ്ഞിലെ, അല്ലേ? അപ്പം പാർക്കിലൊക്കെ പോകുമ്പോൾ അവിടെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? അതായത് ഒരു സ്ലൈഡുണ്ട്, നമ്മൾ കയറിയിരിക്കുന്നിട്ട് താഴേക്ക് നമ്മളിങ്ങനെ നിരങ്ങി വരുന്ന സംഭവം. ആ സെയിം തന്നെ, അത് തന്നെയാണ് ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനിലുള്ള ക്വസ്റ്റ്യൻസ് ഇച്ചിരി ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് മിസ് ഒരു റിജിഡ് ബോഡി എടുത്തു. ഒരു റിജിഡ് ബോഡീനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിലേക്ക് വെക്കുമ്പം തന്നെ അത് താഴേക്ക് പോകാൻ തുടങ്ങും, അല്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെ ഫോഴ്സാണ് ഇതിൽ ആക്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയണം. അതിനെക്കുറിച്ചാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബോള്, റൈറ്റ് ആംഗിൾഡ് ആണ്. നോക്കിക്കേ, ഈ ബോളിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴേക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യുക, അതാണ് എം ജി. ഓക്കെ, ഇനി എം ജീനെ നമുക്ക് രണ്ടായിട്ട്, ഓക്കെ അവിടെ നിൽക്കട്ടെ. അതിന് എഗനിസ്റ്റായിട്ട് ഒരു നോർമലൈസ്ഡ് അല്ലെങ്കിൽ ഒരു നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതെല്ലാ ബോഡിയിലും ഒരു നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞ് ഇതിന് ഓപ്പോസിറ്റായിട്ട് വേറൊരു ഫോഴ്സ് കാണും. ഇനി എം ജീനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ,
ദാറ്റ് ഈസ് എം ജി സൈൻ തീറ്റ ആയിട്ടും ഇവിടെ ആണല്ലോ ആംഗിളിന് തൊട്ടടുത്ത് എം ജി കോസ് തീറ്റ ആയിട്ട് നിങ്ങളൊന്ന് എഴുതണം ഇത് വൃത്തിക്ക്. ഇവിടെ ഇങ്ങോട്ട് എം ജി സൈൻ തീറ്റ, ഇങ്ങോട്ട് എം ജി കോസ് തീറ്റ. മനസ്സിലായോ? ഇനി ഇത് ഞാൻ കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, ഇനി ഞാൻ അപ്പോൾ റോളിംഗ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. അപ്പോൾ എന്താ മിസ്സ് പറഞ്ഞത്, ഒരു പ്ലെയിൻ വെച്ച് കഴിയുമ്പോൾ, ഒരു പ്ലെയിനിലേക്ക് ആ ബോഡീനെ വെച്ച് കഴിയുമ്പോൾ അതെന്തെല്ലാം ആക്ട് ചെയ്യുന്നുണ്ട്? ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ റൈറ്റ് ആംഗിൾ, നമ്മുടെ ആംഗിൾ ഇത് എ ബി സി ഇവിടെ വന്ന് കഴിയുമ്പോൾ എന്തെല്ലാം ഡബ്ല്യു ജി അല്ലേ എന്ന് പറയുന്ന അപ്പം ഇതിൻ്റെ താഴേക്ക് എം ജി, ശരിക്കും പറഞ്ഞാൽ ഈ എം ജി എന്ന് വെച്ചാൽ അതിൻ്റെ വെയിറ്റ് അല്ലേ, മാസ് ഇൻറ്റു അല്ലേ ജി എന്ന് പറയുന്നത്. അപ്പോൾ അത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് എം ജി സൈൻ തീറ്റ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് എൻ നോർമൽ റിയാക്ഷൻ, ഇതിന് ഇവിടെയായിട്ട് എം ജി കോസ് തീറ്റ. എം ജി കോസ് തീറ്റ എം ജി റിസോൾവ് ചെയ്യുമ്പോൾ അങ്ങോട്ടല്ലല്ലോ വരുന്നത്. ഓക്കെ നോക്കിക്കേ, ഇവിടെ ഒരു തെറ്റുണ്ട്. എം ജി കോസ് തീറ്റ അങ്ങോട്ടല്ലല്ലോ റിസോൾവ് ചെയ്യുന്നത്. നോക്കിക്കേ, എം ജി ഇങ്ങോട്ട്. ഓക്കെ ഫ്രിക്ഷനുമായിട്ട് കൺഫ്യൂസ്. ഓക്കെ, ഇവിടെ എം ജി കോസ് തീറ്റ കേട്ടോ, ഇങ്ങോട്ടും ഇത് എം ജി സൈൻ തീറ്റ, ഇത് എം ജി കോസ് തീറ്റ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി എന്താ ഇവിടെ സംഭവിക്കുക എന്ന് വെച്ചാൽ, അപ്പോൾ അത് സ്ലൈഡിൽ വെക്കുമ്പോൾ തന്നെ അത് താഴേക്ക് വരും. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെക്കുന്ന വസ്തുക്കളുടെ ട്രാൻസ്ലേഷൻ മോഷൻ എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ റൊട്ടേഷൻ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക വെലോസിറ്റിയും ആക്സിലറേഷനും എന്താണെന്ന് ചോദിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ വേണ്ട. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നോക്കിക്കോ, ആദ്യം എഴുതിക്കോ, ഫോർ ട്രാൻസ്ലേഷൻ എന്താണ് പ്രത്യേകത നോക്കാം. ഇത് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലാണ് വെച്ചേക്കുന്നത്, എച്ച് കേട്ടോ, വലിയൊരു ബോള്. ഇത് ഇവിടെ നിങ്ങോട്ട് എം ജി, ഇവിടെ നിങ്ങോട്ട് എം ജി കോസ് തീറ്റ എന്ന് എഴുതണേ. ഇവിടെ ആംഗിൾ തീറ്റ, ഇത് ഞാൻ കാണിക്കാം കേട്ടോ, മുകളിൽ എൻ. ഇനി ഒരു കാര്യം മിസ് പറഞ്ഞോട്ടെ, ഇതെന്ന് പറയുന്നത് സൈൻ തീറ്റ, എം ജി സൈൻ തീറ്റ എന്ന് എഴുതണേ, എം ജി സൈൻ തീറ്റ. ഇനി നോക്കിയേ, ഈ ബോള് ഇത് ഇത് ഫിസിക്സിൻ്റെ ഒരു ബ്യൂട്ടിയാണ് മിസ് പറയുന്നത്. നോക്കിക്കേ, ഇത് താഴേക്ക് വരുന്ന സമയത്ത് നേരത്തെ പോലെ തന്നെ, നേരത്തെ ഒരു ടോയ് നമ്മൾ പുറകിൽ നിന്ന് ഫോഴ്സ് കൊടുത്ത് മുമ്പിലേക്ക് വിട്ടപ്പോൾ അത് എന്താണ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടൊരു ഫോഴ്സ് അവിടെ ഒപ്പോസായെന്ന് പറഞ്ഞുള്ളൂ, അതായത് ഫ്രിക്ഷൻ. ഇൻ ദ സെയിം വേ തന്നെ ഈ ബോൾ താഴേക്ക് വരുമ്പോൾ ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടൊരു ഫോഴ്സ് ഇവിടെ ഉണ്ടാവും, അതാണ് ഫ്രിക്ഷൻ അല്ലേ. അപ്പോൾ ഇതിനെ ഒപ്പോസ് ചെയ്ത്, അതായത് ഇത് താഴേക്ക് വരുമ്പോൾ ഇത് എം ജി സൈൻ തീറ്റ ആയിട്ട് താഴോട്ട് വരുമ്പോൾ മുകളിലേക്ക് എഫ് എന്ന് പറയുന്ന ഫ്രിക്ഷനും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ കുറച്ചിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് വരുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞുല്ലോ ആ ഒരു കൺസെപ്റ്റ് തന്നെ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പം നമുക്ക് ഓരോന്നിൻ്റെയും കേസ് നോക്കാം. ഒന്നാമതായിട്ട് ഫോർ ട്രാൻസ്ലേഷൻ ആവുമ്പോൾ എങ്ങനെയാണ്? ട്രാൻസ്ലേഷൻ ആവുമ്പോൾ നോക്കിക്കേടാ, ഈ ബോളിൻ്റെ ഈ രണ്ട് ഫോഴ്സ്, അതായത് ബോളിൻ്റെ ഇവിടെ നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നു, ഇവിടെ കോസ് തീറ്റ, വെറും കോസ് തീറ്റ അല്ല, എം ജി കോസ് തീറ്റ, ഇവിടെ എം ജി, ഇവിടോട്ട് താഴോട്ട് എം ജി സൈൻ തീറ്റ, ഇവിടെ 6 റേഡിയസ്. നോക്കിക്കേ, എം ജി കോസ് തീറ്റ എന്ന് പറയുന്നതും എൻ എന്ന് പറയുന്നതും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റാണ്. ഇത് ഞാൻ വരച്ചതിൻ്റെ മികവ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ, ഇത് നേരെ വരയ്ക്കണേ. അപ്പോൾ എം ജി കോസ് തീറ്റയും എന്നും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റാണ്. അപ്പോൾ അതങ്ങ് ക്യാൻസലായിപ്പോയി. പിന്നെ നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് എന്താണ്? ഇതെന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റ് ആണ്. ഇനി നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് എം ജി എന്താണ്? എം ജി സൈൻ തീറ്റയാണ്. അപ്പോൾ അത് വേണം നമ്മൾ എടുക്കാൻ.
ഇത് വേണമെങ്കിൽ ഞാൻ ഒന്ന് ക്ലിയറായിട്ട് നോക്കിക്കേ, ക്ലിയറായിട്ട്. ഓക്കെ, അപ്പോൾ തീറ്റ മുകളിൽ n എന്ന് പറയുന്നത്, താഴെ mg cos തീറ്റ, ഇങ്ങോട്ട് mg sin തീറ്റ, r ഡിസ്റ്റൻസ്, പെർട്ടിക്കുലർ ഹൈറ്റ് h, ഇവിടെ വരെയുള്ള പെർട്ടിക്കുലർ ഹൈറ്റ് h. അപ്പോൾ ട്രാൻസ്ലേഷൻ നോക്കുന്ന സമയത്ത് അപ്പോൾ എന്തേ ഉള്ളൂ, ഈ എന്നും കോസ് തീറ്റ എന്ന് പറയുന്ന സംഭവം കൂടെ ക്യാൻസലായിപ്പോയി, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പോൾ ഇനി mg കോസ് സൈൻ തീറ്റേ നമ്മുടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ എഴുതുമ്പോൾ, ഫോഴ്സ് എഴുതുമ്പോൾ mg സൈൻ തീറ്റ മൈനസ് mg സൈൻ തീറ്റയുടെ ഒപ്പോസിറ്റ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ്, വിച്ച് ഈസ് ഈക്വൽ ടു ma. നമുക്കറിയാം ഫോഴ്സ് ഈക്വൽ ടു ma. ഇതാണ് നമ്മൾ എഴുതിയത്, ട്രാൻസ്ലേഷൻ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു ma. ട്രാൻസ്ലേഷൻ്റെ സമയത്ത് എന്തൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്, mg സൈൻ തീറ്റ മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ma. അപ്പോൾ ഇതാണ് ഇക്വേഷൻ നമ്പർ 1. പ്രോബ്ലം ചോദിച്ചാലും ഈ സെയിം സ്റ്റെപ്പിലാണ് പോകേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് മനസ്സിലാക്കി. അപ്പോൾ ഒന്ന് ഓർത്തേ, ഒരു ബോഡി ഒരു പ്ലെയിനിൽ റോള് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള, വെറും പ്ലെയിനിലല്ല, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലേക്ക് ഒരു ബോഡി റോള് ചെയ്യുവാന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് എന്താ, അപ്പം റോള് ചെയ്യുവാന്ന് പറയുമ്പോൾ ഓർക്കണം, ട്രാൻസ്ലേഷനും ഉണ്ട് റൊട്ടേഷനും ഉണ്ട്. അപ്പോൾ ആദ്യം ട്രാൻസ്ലേഷൻ എഴുതണം. അപ്പോൾ പ്യുവർ ട്രാൻസ്ലേഷൻ, ഒരു ബോഡി റോൾ ചെയ്ത് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ ഇറങ്ങുമ്പോൾ അതിൻ്റെ പ്യുവർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് mg സൈൻ തീറ്റ മൈനസ് F ഈസ് ഈക്വൽ ടു ma. അതാണ് ഇക്വേഷൻ ഒന്നാമത് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് ഇവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, റൊട്ടേഷൻ കണ്ടുപിടിക്കണം. റൊട്ടേഷണൽ എന്ന് പറയുന്നത് എന്താ, റൊട്ടേഷണൽ എന്ന് പറയുമ്പോൾ മിസ് പറഞ്ഞു, അതായത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും, ടോർക്ക് ഉണ്ടാവും. അപ്പോൾ റൊട്ടേഷൻ കാരണം, അല്ലെങ്കിൽ അത് മൂലം റൊട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ റൊട്ടേഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വിത്ത് ദ പ്രസൻസ് ഓഫ് ടോർക്ക് കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എഴുതണം, ടോർക്കിൻ്റെ ആണ് അടുത്തത് എഴുതേണ്ടത്. ടോർക്ക് എന്ന് പറയുന്നത് R ക്രോസ് F, അല്ലെങ്കിൽ R ക്രോസ് F എന്ന് നമുക്കറിയാം. F എന്ന് പറയുന്നത് ഇവിടെ ഫ്രിക്ഷനായിട്ടാണ് എടുത്തേക്കുന്നത്. ഓക്കെ, നോക്കാം. ഏതായാലും ഇവിടുത്തെ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ആ ഒരു റിജിഡ് ബോഡിയാണ്. അപ്പോൾ അത് ക്യാപിറ്റൽ R എന്ന് കൊടുത്തു, എഫിനെ അങ്ങനെ തന്നെ നിർത്തി. ഇനി നോക്കി, അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി എനിക്കറിയാം ടോ എന്ന് പറയുന്നത് RF എന്ന് പറയുന്ന ഒരു ഇക്വേഷനും ഉണ്ട്, ടോ എന്ന് പറയുന്നത് I ആൽഫ എന്ന് പറയുന്ന ഒരു ഇക്വേഷനുണ്ട്. ഈ രണ്ട് ഇക്വേഷനും പഠിക്കണേ. ടോ എന്ന് പറയുന്ന RF, അടുത്തത് ടോ എന്ന് പറയുന്നത് IF. IF അല്ല, I ആൽഫ. I എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ആൽഫ എന്ന് പറയുന്നത് ആംഗുലാർ ആക്സിലറേഷൻ. അപ്പോൾ അത് രണ്ടും അവിടെ നിൽക്കട്ടെ. നോക്കൂ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്, I ഈക്വൽ ടു I ആൽഫയുണ്ട്, I ഈക്വൽ ടു RF ഉണ്ട്. അപ്പം നോക്കിക്കേ, ഇനി എനിക്കറിയാം I ഈക്വൽ ടു ടോയാണ്, ടോ ഈക്വൽ ടു I ആൽഫയുണ്ട്, ടോ ഈക്വൽ ടു RF ഉണ്ട്. അപ്പോൾ ടോ ഈക്വൽ ടു I ആൽഫ. ഇനി എനിക്കറിയാം I എന്ന് പറയുന്നത് mr² ആണ്. അതായത് ഇത് ആദ്യത്തെ ക്ലാസ് കേട്ടാൽ ഇത് മനസ്സിലാവും. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ളൊരു വസ്തു, അതായത് ഒരു മാസ് ഉള്ളൊരു സർട്ടൺ മാസ് ഉള്ളൊരു റിജിഡ് ബോഡി ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് mr². ആറിന് പകരം k കൊടുക്കാം. k എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു ഐക്ക് പകരം mk² ഇൻറ്റു ആൽഫ, mk² ഇൻറ്റു ആൽഫ എന്ന് കൊടുക്കാം. ഓക്കെ ആണോ? അപ്പോൾ I എന്ന് പറയുന്നത് ഓക്കെ, അപ്പോൾ ടോ എന്ന് പറയുന്നത് mk² ആൽഫ എന്ന് കിട്ടി. ഇനി നമ്മൾ നേരത്തെ കണ്ടീഷനിൽ നിന്ന്, അതായത് സ്ലിപ്പിങ്ങിൻ്റെ അതുപോലെ തന്നെ പ്യുവർ റൊട്ടേഷൻ്റെ കണ്ടീഷനിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. A എന്ന് പറയുന്നത് ആൽഫ R ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് a/r ആണ്. അപ്പോൾ ഇവിടെ കൊണ്ട് എന്ത് ചെയ്യുക, a/r എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
നോക്കിക്കോ ഇവിടെ നോക്കിക്കേടാ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നോക്കൂ, ഇതാണ് ഇതാ മിസ് ഇത്രയും നേരം പറഞ്ഞത്. എം ജി സൈൻ തീറ്റ മൈനസ് എഫ് ഇസിക്വൽ ടു എം എ, രണ്ട് ഇക്വേഷൻ, ടോയുടെ രണ്ട് ഇക്വേഷൻ. ഐ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി, ആൽഫ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി. ഇത് രണ്ടും കൂടെ നമ്മൾ ഇതിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇനി എന്താ ചെയ്തേക്കുന്നതെന്ന് നോക്കിയേ. ടോ ഈക്വൽ ടു ആർ എഫ് അല്ലേ? അപ്പോൾ ടോ ഈക്വൽ ടു ആർ എഫ്, അത് മാറ്റിയിട്ട് ടോ ഈക്വൽ ടു ഐ ആൽഫ എന്നും കിട്ടി. ഇവിടെ സിമ്പിളായിട്ട് ഈ സ്റ്റെപ്പിൽ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇക്വേഷൻ 2വിനെയും ഇക്വേഷൻ 2 എന്ന് ഓൾറെഡി ഉണ്ടല്ലേ, ഇക്വേഷൻ എയിനെയും ഇക്വേഷൻ ബീനെയും കൂടെ അങ്ങ് ഇക്വേറ്റ് ചെയ്തേക്കുവാടാ. ദാറ്റ് ഈസ് ആർ എഫ് ഈസ് ഈക്വൽ ടു ഐ ആൽഫേനെ, ഐ എന്ന് പറയുന്നത് എം കെ സ്ക്വയർ ആണ്, ആൽഫ എന്ന് പറയുന്നത് എ ബൈ ആർ ആണ്. കണ്ടോ, അതായി ചെയ്തേക്കുന്നത്. രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്തു. അതിൽ നിന്ന് ഇവിടെ എങ്ങനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഇവിടെ ഫ്രിക്ഷൻ ആയെന്ന് മനസ്സിലായല്ലോ. താഴോട്ട് ഇൻക്ലൈൻ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ്, ആകെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഫ്രിക്ഷനാണ്, ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രിക്ഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ എന്താണെന്നാണ്. അതായത് ഇത്രയും എഴുതി ഇതിൽ നിന്ന് എഫ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി എന്താ ചെയ്തേക്കുന്നത് നോക്ക്. ഇനി എന്താ ചെയ്തേക്കുന്നത് നോക്ക്. ഇനി ഇക്വേഷൻ 2ഉം 1ഉം കൂടെ എടുത്തു. ഇക്വേഷൻ 2ഉം 1ഉം. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് റൊട്ടേഷനിൽ നിന്നുള്ളതായിരുന്നു. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എവിടെ നിന്നുള്ളതായിരുന്നു? ട്രാൻസ്ലേഷൻ. നമ്മൾ എന്താ ചെയ്തത്? ഒരു ബോഡി താഴേക്ക് ഇൻക്ലൈൻ ചെയ്യുവാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ ട്രാൻസ്ലേഷൻ കണ്ടുപിടിച്ചു, പിന്നെ അതിൻ്റെ റൊട്ടേഷൻ കണ്ടുപിടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ട്രാൻസ്ലേഷൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂസ് നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കുവാണ്. ഇക്വേഷൻ 1ഉം 2ഉം കൂടെ നോക്കും. ഇക്വേഷൻ 1 ഇതാണ്, 2 ഇതാണ്. അപ്പം ട്രാൻസ്ലേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയ കാര്യവും റൊട്ടേഷനിൽ നിന്ന് എനിക്ക് ഫ്രിക്ഷനാണ് കിട്ടിയത്. കാരണം ഫ്രിക്ഷൻ്റെ കാര്യം റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എം ജി സൈൻ തീറ്റ മൈനസ് ഉണ്ട് ഇവിടെ കേട്ടോ. എം ജി സൈൻ തീറ്റ മൈനസ് എഫ് ഇസിക്വൽ ടു എം എ. അപ്പോൾ എനിക്ക് എഫിൻ്റെ വാല്യൂ കിട്ടിയല്ലോ, അത് മിസ് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. എഫിൻ്റെ വാല്യൂ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ എം ജി സൈൻ തീറ്റ മൈനസ് എഫ് എന്നുള്ളത് അപ്പുറത്ത് പോയി. എഫിൻ്റെ വാല്യൂ മൈനസ് എം എ കെ സ്ക്വയർ ബൈ ആർ എന്ന് വരും. ഇവിടെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഇത് ഇപ്പുറത്ത് പോകുമ്പം പ്ലസ് ആയി. കണ്ടോ, പ്ലസ് എം എ. ഇനി എന്താ ഇവിടെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, ഇനി എന്താ ചെയ്തേക്കുന്നത് നോക്ക്. ഈ എം എയും എം എനെയും മിസ് കോമൺ എടുത്തു വെളിയിൽ. ബാക്കി കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഉണ്ട്, പ്ലസ് 1 ചെയ്തു. മനസ്സിലായോ? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ? ആദ്യം കാണിച്ചത്, ആദ്യം പറഞ്ഞതൊക്കെ കൺഫ്യൂഷൻ ആയെങ്കിൽ നോക്ക്, ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഇൻക്ലൈൻഡ് പ്ലെയിനിൽ റോള് ചെയ്യുവാണ്. അപ്പം എന്ത് സംഭവിക്കും? നോർമൽ ഫോഴ്സ് ഉണ്ട്. ഇങ്ങനെ ഇത്രയായിട്ടാണ് എം ജി സൈൻ തീറ്റ, എം ജി കോസ് തീറ്റ, എം ജി തീറ്റ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ പറഞ്ഞത്. അപ്പോൾ ട്രാൻസ്ലേഷനും റൊട്ടേഷനും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ശരിക്കും എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ നിന്ന്, അതായത് ഇങ്ങനെ പോകുന്ന ബോഡിയുടെ ആക്സലറേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എ എന്ന് പറയുന്നത് എന്ത് കിട്ടും? എം ജി സൈൻ തീറ്റ അവിടെ തന്നെ. ഈ ഇത്രയും ഭാഗം ഇൻറ്റു ചെയ്ത ഈ സൈഡിൽ കിടന്ന് ഇപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആകും. അപ്പോൾ എങ്ങനെ കിട്ടുമെടാ? നോക്കിക്കേ, ജി സൈൻ തീറ്റ ബൈ, ഇത് നമ്മൾ പഠിച്ചു വെക്കണം, ജി സൈൻ തീറ്റ ബൈ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് 1. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്തത് ഈ ഇക്വേഷനിൽ നിന്ന് അങ്ങനെയുള്ളൊരു ബോഡിയുടെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ കൈനമാറ്റിക് ഇക്വേഷൻ. ഇത് ഓൾറെഡി നമുക്കറിയാം, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. അപ്പോൾ നോക്കിയേ, എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അല്ല, ഇത് താഴേക്ക് വരുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ വി സ്ക്വയറിൽ നിന്ന് നമുക്ക് എടുക്കാമല്ലോ. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എ മിസ് ഇപ്പോൾ കണ്ടുപിടിച്ചു. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് അല്ലേ? നമ്മൾ ആദ്യം ഇത് കൊണ്ട് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ വെലോസിറ്റി 0 ആണ്. പിന്നെ ഒരു കാര്യം മിസ് പറയാൻ മറന്നു. നോക്കിയേ, ഇങ്ങനെയുള്ള കേസിൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അതായത്
ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്ത് വന്ന് ഇൻക്ലൈൻ ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു ഇൻക്ലൈനഡ് പ്ലെയിനിൽ കൂടെ താഴോട്ട് പോകുമ്പം പെർട്ടിക്കുലർ ഹൈറ്റിൽ വെക്കുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും, താഴോട്ട് പോകുമ്പോൾ അതിന് കൈനറ്റിക് എനർജി ആയിരിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി ആകും ലാസ്റ്റ്. അതായത് താഴേക്ക് വരും തോറും പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറും. സത്യം പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി എത്രയുണ്ടോ അത്രയും തന്നെ കൈനറ്റിക് എനർജി ഈക്വൽ ആകും. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ പോകുമ്പോൾ ഉള്ള കൺസെപ്റ്റ് അതാണ് കേട്ടോ. ഇനി നോക്കൂ, ഇവിടെ എന്താ പറഞ്ഞത്, ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ യു എന്ന് പറയുന്നത് 0 ആണ്. ഇനിഷ്യലി അത് 0 ആണ്. ഇനി നമുക്ക് എസ് ആണ് ശരിക്കും കണ്ടുപിടിക്കേണ്ടത്. എസ് കണ്ടുപിടിക്കാൻ നമ്മൾ ആ ആംഗിൾ എടുത്തു. ഇതാണ് എസ്. എസ്സിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്കറിയാവോ, OSHA ഒസ്റ്റ ചോട്ട എന്നുള്ളൊരു കേസാണ്. അതായത് എനിവേ എന്തെങ്കിലും വായിക്ക്, ചോട്ട. ഓക്കെ നോക്കിക്കേ, സൈൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ഓക്കെ, കോസ് ആണെങ്കിൽ അഡ്ജസൻറ്റ് ഹൈപ്പോട്ടനസ്, ടാൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് അഡ്ജസൻറ്റ്. അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇവിടെ എടുത്ത് നോക്കണം. ഇപ്പം ടാൻ എടുക്കുകയെന്ന് വെച്ചോ, എസ് കാണാൻ ടാൻ എടുത്താൽ ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്, അതായത് എച്ച് ബൈ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒന്നുമില്ല, നമുക്ക് എസ് ആ കാണേണ്ടത്. അപ്പോൾ എസ് വരുന്ന ഒരു ഇതെടുക്കണം അല്ലേ. അപ്പോൾ എസ് വരുന്നതെന്ന് പറയുമ്പോൾ നോക്കിക്കേ, സൈൻ ഒന്ന് എടുത്ത് നോക്കിയേ, സൈൻ തീറ്റ മിസ് പറഞ്ഞു ഇതാണ്. സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റും ഹൈപ്പോട്ടനസും, തീറ്റയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്, ബൈ ഹൈപ്പോട്ടനസ് എസ്. അപ്പോൾ ഇതിനകത്തുനിന്ന് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എസ് ഈക്വൽ ടു എച്ച് ബൈ സൈൻ തീറ്റ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, അപ്പം ഇത് കിട്ടി. അപ്പോൾ ഇതിലേക്ക് എസ്സും കിട്ടി, എ ഓൾറെഡി അറിയാം, ഇത് 0 ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിച്ചൂടെ? ഇതൊക്കെ വളരെ സിമ്പിളാണേ. വെലോസിറ്റി അപ്പോൾ കണ്ടുപിടിക്കൂ. ഇതിലേക്കെല്ലാം ഇട്ട് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നോക്കൂ, എ എന്ന് പറയുന്നത് അറിയാം, എസ് എന്ന് പറയുന്നത് അറിയാം. ഇനി എന്തെങ്കിലും ക്യാൻസൽ ആക്കാനുണ്ടോ നോക്കൂ. സൈൻ തീറ്റയും ക്യാൻസലായി പോവും, വേറൊന്നും ക്യാൻസൽ ആക്കാനില്ല. അപ്പോൾ 2GH ബൈ ഇത്രയും. അപ്പോൾ V² ആണ്, അതിൽ നിന്ന് V കണ്ടുപിടിക്കാൻ റൂട്ട് ചെയ്യുക, സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോൾ V കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമ്മളിപ്പോൾ ചെയ്തതെന്ന് ഓർത്ത് വെച്ചേ, എന്തൊക്കെ കൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചതെന്ന് ഓർത്ത് വെച്ചേ. ഒരു സംഭവം, ഒരു ബോൾ അല്ലെങ്കിൽ ഒരു റിജിഡ് ബോഡി ഒരു ഇൻക്ലൈനർ പ്ലെയിനിൽ കൂടെ താഴേക്ക് വരുന്ന സമയത്ത് അതിൽ പല ഫോഴ്സുകൾ ആക്ട് ചെയ്യും. താഴെ mg, അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റായിട്ട് നോർമൽ ഫോഴ്സ്. mgനെ തന്നെ രണ്ടായിട്ട്, mg cos θ, mg sin θ. mg cos θയും എന്നും, അതായത് നോർമൽ റിയാക്ഷനും ക്യാൻസലായി പോവും. താഴേക്ക് mg sin θ ആണ്, മുകളിലേക്ക് അതിന് ഓപ്പോസിറ്റായിട്ട് ഫ്രിക്ഷനും വരുന്നുണ്ട്. ആദ്യം എൻ്റെ മക്കൾ റോളിംഗ് എന്ന് പറയുമ്പോഴേ ട്രാൻസ്ലേഷൻ ആണെന്ന് ഓർക്കുക, റൊട്ടേഷനും ആണെന്ന് ഓർക്കുക. രണ്ടിനെയും കൂടെ ട്രാൻസ്ലേഷൻ കണ്ടുപിടിക്കുക, റൊട്ടേഷനും കണ്ടുപിടിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ നോക്കിക്കേ, ഇത് സാധാരണ അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ഒന്ന് നോക്കിക്കുക. അതായത് താഴേക്ക് എത്താൻ എത്ര സമയം എടുത്തു, ഒരു ഇൻക്ലൈനർ പ്ലെയിനിൽ നിന്ന് താഴേക്ക് ഈ ബോൾ എത്താൻ എത്ര സമയം എടുത്തു, അല്ലെങ്കിൽ റിജിഡ് ബോഡി എത്താൻ എത്ര സമയം എടുത്തു എന്ന് വെച്ചാൽ അതിന് നമ്മൾ കൈനമാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാം. V = U+AT ആണ്. A അറിയാം, U 0 ആണ്, V അറിയാം. അതിൽ നിന്ന് T കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ നോക്കിക്കേ, T = V/A എന്ന് എഴുതി, V എഴുതി, A എഴുതി. അപ്പോൾ A എന്ന് പറയുന്നത് G sin θ ബൈ, ഇത് രണ്ടും പഠിച്ചു വെക്കണേ, K²/R² ആണ്. അപ്പോൾ ഇത് A ആണ്, V ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇത് മുകളിൽ പോകുമ്പം K² മുകളിൽ വരും, ഇത് V. മനസ്സിലായോ? ഇത് മുകളിൽ പോകുമ്പോൾ K²/R² + 1, K²/R² + 1, ഇത് ഹോളല്ല കേട്ടോ, K²/R² + 1 എന്നാണ്. മൊത്തത്തിനൊരു ഇതില്ല, മൊത്തത്തിൽ വരയില്ല കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിന് റൂട്ടുണ്ട്, ഇതിന് റൂട്ടില്ല. അപ്പോൾ ഇവിടെ എന്താ ചെയ്തേക്കെന്ന് വെച്ചാൽ, നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് √x × √x എന്ന് എഴുതിക്കൂടെ. അതായത് √x എന്ന് പറയുന്നത് 1/2 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ ശരിക്കും പറഞ്ഞാൽ എക്സ് അല്ലേ ഇത്. നോക്കിക്കേ, മിസ് വൃത്തിക്ക് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സിനെ നമുക്ക് √x എന്ന് എഴുതാം. അതായത് എക്സ് 1/2, റൂട്ട് എന്ന് പറയുന്നത് 1/2 അല്ലേ, അങ്ങനെ. അപ്പോൾ ഇതിനെ
എങ്ങനെ എഴുതാൻ പറ്റും? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്താ? എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ഇതിനെ എക്സ് റേസ് ടു ഹാഫ് പ്ലസ് ഹാഫ് എന്ന് വെച്ചാൽ 1 അല്ലേ? അപ്പോൾ എക്സ് തന്നെയല്ലേ? ആ സെയിം ഇത് തന്നെയാണ് മിസ് ഇവിടെ വെച്ചേക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? റൂട്ട് എക്സ് എന്ന് എഴുതി. കൺവീനിയൻസിന് വേണ്ടി അങ്ങനെ എഴുതി. പിന്നെ ഇതിൽ എന്താണ് ക്യാൻസൽ ആക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഈ ഒരു ജിയും ഇവിടുത്തെ ഒരു ജിയും ക്യാൻസലായി പോകും. പിന്നെ എന്താണ്? പിന്നെ ഒന്നും ക്യാൻസൽ ആവത്തില്ല. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ ജി സൈൻ തീറ്റ റൂട്ട് ജി. അപ്പോൾ ഈ റൂട്ട് ജീനെ റൂട്ട് ജി അങ്ങനെ നിർത്തിക്കോ. റൂട്ട് സൈൻ തീറ്റ എന്നുള്ളതിനെ എന്ത് ചെയ്തു എന്നറിയോ? സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതി. മനസ്സിലായോ? ഓക്കെ. ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നോക്കിക്കേടാ. റൂട്ട് സൈൻ തീറ്റ റൂട്ട് സൈൻ തീറ്റ. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ എന്നല്ല, അതായത് റൂട്ട് സൈൻ തീറ്റ എന്ന് വെച്ചാൽ സൈൻ തീറ്റ. ഇനി സൈൻ തീറ്റനെ എനിക്ക് എന്ത് ചെയ്യാമെന്ന് അറിയാവോ? റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാൻ പറ്റും. റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ, കാരണം റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ എഴുതിയത്. മനസ്സിലായില്ലെങ്കിൽ ഇതൊന്ന് നോക്കുക. ഓക്കെ, തണ്ടേ എങ്ങനെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പറയുമ്പോൾ എത്രമാത്രം കൺവീനിയൻ്റ് ആയിട്ടല്ലേ അത് കറക്റ്റ് കൺവേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ തണ്ടേ ഇതൊന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചോദിക്കുക കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഒന്ന് നോക്കുക. അപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യും? അതെല്ലാം ക്ലാരിഫൈ ചെയ്ത് നമുക്ക് ടി ഈസ് ഈക്വൽ ടു റൂട്ട് 2h, ജി ക്യാൻസലായി പോയല്ലോ, h കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് 1. അപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം, പക്ഷെ ഇത് വെറുതെ നിങ്ങൾക്ക് അറിയാനും വേണ്ടി നമുക്ക് ആലോചിച്ചാൽ മതിയാകും. അതായത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് നോക്കിയേ റേഡിയസുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിട്ടല്ലേ കിടക്കുന്നത്. അതായത് റേഡിയസ് കൂടുതലുള്ള വസ്തുക്കളെ നമ്മൾ ഒരു ഇൻക്ലൈനഡ് പ്ലെയിനിൽ കൂടെ താഴെ ഇറക്കാൻ നേരം ഒരുപാട് സമയമെടുക്കും. ചെറിയ വസ്തുവാണെങ്കിൽ പെട്ടെന്ന് വരും. അത് ലോജിക്കല്ലേ? അത് ഈക്വേഷനിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും നാം മിസ് ഉദ്ദേശിച്ചത്. ഒരു ഇൻക്ലൈനഡ് ആയിട്ടുള്ള പ്ലെയിനിൽ നിന്ന് വലിയൊരു വസ്തുവിനെ എടുത്താൽ കുറേ സമയം എടുക്കും. റേഡിയസ് കൂടുതലാണെങ്കിൽ കുറേ സമയം എടുക്കും. റേഡിയസ് കുറവാണെങ്കിലോ പെട്ടെന്ന് ഇങ്ങനെ എത്തും കേട്ടോ. അതൊന്ന് ഓർക്കുക. ഇനി അത് വെച്ചിട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഒത്തിരി ക്വസ്റ്റ്യൻസ് മിസ് കണ്ടുവച്ചിട്ടുണ്ട് എന്ത് ചെയ്യാനായിട്ട് ഈ ഒരു ഡൈനമിക്സിൽ നിന്ന്. അതിൽ 1-2 എണ്ണമൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ബാക്കി ഞാൻ ഷോർട്സിലിടാം. ഷോർട്സിലൊന്ന് നോക്കണേ. തനിയെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഷോർട്സിലിടാവേ. എനിവേസ് ഇതൊന്ന് നോക്കിക്കേ. എ റിംഗ് പ്യുവർലി ഡൗൺ on incline from a height h, what's the speed of the bottom? A ring purely down, അതായത് ഒരു റിങ് എന്ത് ചെയ്തേക്കുവാണ്, ആൻസർ മാറ്റട്ടെ. ഓക്കെ, ഒരു റിങ് എന്ത് ചെയ്തേക്കുവാണെന്ന് നോക്കിയേ, പ്യുവർലി ഡൗൺ. അപ്പോൾ ഒരു റിങ് താഴേക്ക് വരും. അതായത് ഒരു ഇൻക്ലൈൻ, നമ്മൾ ഇതാണ്ട് ഇൻക്ലൈൻ എന്ന് പറയുമ്പോൾ ഇതെൻ്റെ മക്കൾ ഓർത്തോളം മനസ്സിൽ, ഇതാണ് ഒരു ഇൻക്ലൈൻ. അപ്പോൾ ഇൻക്ലൈനിൽ കൂടെ റിങ് താഴേക്ക് വരുവാണ്. ഇതിൻ്റെ ഹൈറ്റ് h ആണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ദി ബോട്ടം, ഈ ബോട്ടത്തിൽ ഈ റിങ് ബോട്ടത്തിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ആ സ്പീഡ് അറ്റ് ദ ബോട്ടത്തിലെത്തുമ്പോഴുള്ള ഇതിൻ്റെ സ്പീഡ് എന്താണ്? ഒന്നുമില്ല. മിസ് നേരത്തെ പറഞ്ഞുവല്ലോ, ഇൻക്ലൈനഡ് എന്ന് പറയുമ്പോഴേ ഒന്നും അറിയത്തില്ലെങ്കിലും മനസ്സിൽ എന്തോർത്തോണം? റോളിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഇവിടെ ട്രാൻസ്ലേഷനും ഉണ്ട്, റൊട്ടേഷനും ഉണ്ട്. അപ്പം എനിക്കതറിയാം എന്താണേലും, പിന്നെ ഞാൻ ബാക്കി ചിന്തിച്ചാൽ മതി. ഇനി എന്നോട് പറഞ്ഞേക്കുന്നത് ബോട്ടത്തിലെത്തുമ്പോൾ അതിൻ്റെ സ്പീഡ്. ഇനി ഞാൻ നോക്കി, ഇതിൻ്റെ 2ൻ്റെ ഇക്വേഷനിൽ v വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ ട്രാൻസ്ലേഷൻ്റെ ആകുമ്പോൾ ½ mv² എന്നാണ് വരുന്നത്, പ്ലസ് റൊട്ടേഷൻ ആകുമ്പം ½i⍵² എന്നുമാണ് വരുന്നത്. ഈ i മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഏകദേശം സെയിം ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം. i എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇവിടെ ഒരു റിംഗ് ആണ്. അപ്പോൾ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദ സെൻറ്റർ ആണ് നമ്മൾ എല്ലായിടത്തിനും റെഫറൻസ് നോക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞ ക്ലാസ്സിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിംഗ് നമുക്കറിയാം എബൌട്ട് ദ സെൻറ്റർ mr² ആണ്. പൈക്ക് പകരം mr² ഇടുക. ഒമേഗയ്ക്ക് പകരം നമുക്ക് എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ എന്നുകൂടെ നോക്കണം. അപ്പോൾ നോക്കിക്കേ എൻ്റെ മക്കൾ, നോക്കിക്കേ, ഇത് റിങ്ങിൻ്റെ കേസ്,
ടോട്ടൽ കൈനറ്റിക് എനർജി. അതായത് ടോട്ടൽ റോളിംഗ് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷൻ ആണ്. അപ്പോൾ ബോട്ടത്തിലുള്ള അതിൻ്റെ എന്താ പറയുക എനർജി. അപ്പോൾ വേറൊരു കൺസെപ്റ്റും കൂടി. അപ്പോൾ ഇൻക്ലൈൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ട കാര്യം, ഇൻക്ലൈനഡ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യം ഓർക്കേണ്ട കാര്യം എന്താണ്, എന്തൊക്കെ ഫോഴ്സ് അതിലുണ്ട്. മാത്രമല്ല അതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷനാണ്, അതായത് റോളിംഗ് ആണ്. രണ്ടാമത് ഓർക്കേണ്ട കാര്യം, ഇൻക്ലൈനഡിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും സെയിം ആണ്. അപ്പോൾ മിസ്സ് നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ലേഷൻ്റെ കേസ് വെച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. അല്ലാതെ കുറച്ചുകൂടി സിമ്പിളായിട്ടാണ് ഇത് സോൾവ് ചെയ്തേക്കുന്നത്. നോക്കിയേ, നമുക്കറിയാം ട്രാൻസ്ലേഷനും റൊട്ടേഷനും. അപ്പോൾ അതായത് കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജിയാണ് ഒരു സംഭവം ഇൻക്ലൈൻ ചെയ്ത് താഴേക്ക് വരുമ്പോൾ. പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം mgh ആണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈ ബോൾ താഴേക്ക് വരുമ്പോഴുള്ള കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയും കാണണം, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ള കൈനറ്റിക് എനർജിയും കാണണം. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള കൈനറ്റിക് എനർജിയാണ് ½ mv². സെയിം ഇത് തന്നെ മിസ് പറഞ്ഞത് തന്നെ ചെയ്യുന്നത്, ½I⍵². ഓക്കെ, അത് രണ്ടും അങ്ങോട്ട് എഴുതി. കണ്ടീഷൻ എന്താ? ഇതാണ് കണ്ടീഷൻ, പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി. ഇനി നോക്കിക്കേ, ഐക്ക് പകരം റിംഗ് ആയതുകൊണ്ട് mr² എന്ന് എഴുതി. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേടാ, ദാറ്റ് ഇസ് V ഈക്വൽ ടു VC. അതായത് പ്യുവർ റോളിങ്ങിൻ്റെ കണ്ടീഷനായിരുന്നു R⍵. ഇതിൽ നിന്ന് ഒമേഗ നമ്മൾ എഴുതിയായിരുന്നു VC/R. നോക്കിക്കേ, സെയിം അത് തന്നെ, ഒമേഗയ്ക്ക് പകരം V/R ദ ഹോൾ സ്ക്വയർ ആൻഡ് സ്ക്വയർ ഇട്ടു. അപ്പോൾ ½ mv², ½ അതായത് ഈ ഒരു ആറും ക്യാൻസലായിപ്പോയ ഒരാറുകൂടെ അതായത് ഹോൾ സ്ക്വയർ അല്ലേ, അപ്പോൾ r² ക്യാൻസലായിപ്പോയി mv² എന്നായി. ½ mv² പ്ലസ് ½ mv² എന്ന് വെച്ചാൽ 2 times of mv², എന്ന് വെച്ചാൽ mv². അത് ചെയ്യാൻ അറിയാമല്ലോ അല്ലേ, ഇത് ചെയ്യാൻ അറിയാമല്ലോ. ½ mv² പ്ലസ് ½ mv² എന്ന് വെച്ചാൽ mv². 1 + 1 2/2 അല്ലേ, അപ്പോൾ 1 ആയി. അപ്പോൾ mgh എന്ന് പറയുന്നത് mv² ആയി, അതിൽ നിന്ന് v² എന്ന് പറയുന്നത് gh ആയി. അങ്ങനെയാണെങ്കിൽ v എന്ന് പറയുന്നത് √gh. എന്തെങ്കിലും പാടുണ്ടായിരുന്നോ? എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നോക്കുക, വളരെ കൃത്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്, പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി. അതൊരു ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ ഒരു ഒബ്ജക്റ്റ്, ഒരു റിജിഡ് ബോഡിയെ നമ്മൾ താഴേക്കിടുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി mgh ആണ്, കൈനറ്റിക് എനർജി ½ ഇതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ വായിക്കാം. എ ഡിസ്ക് റോൾസ് ഡൗൺസ് ആൻ ഇൻക്ലൈൻ പ്ലെയിൻ. അതായത് ഒരു ഡിസ്ക് ഒരു ഇൻക്ലൈനഡ് പ്ലെയിനിൽ കൂടെ താഴേക്ക് വരുവാണ്, തീറ്റയാണ് ആംഗിൾ തന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഡിസ്കിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. ആദ്യം തന്നെ ഇൻക്ലൈനഡ് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ ഓർക്കാൻ മിസ് പറഞ്ഞു. ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ താഴേക്ക് വരുമ്പോൾ ഒന്നാമത് ഓർക്കേണ്ടത് റോളിംഗ് ആണ് ഇവിടെ സംഭവിക്കുക, ട്രാൻസ്ലേഷനും റൊട്ടേഷനും ഉണ്ട്. രണ്ടാമത് ഓർക്കേണ്ടത് കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. ഇതിലേത് കേസാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ കേസാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതായത് ട്രാൻസ്ലേഷൻ എന്താണെന്ന് എഴുതി, ദാറ്റ് ഈസ് mg sin θ - f = ma ആണ്. രണ്ടാമത് റൊട്ടേഷണൽ എന്താണെന്ന് എഴുതി, ദാറ്റ് ഈസ് fr = I⍵. അതിൽ നിന്ന് I എന്ന് പറയുന്നത് ഡിസ്ക് ആയതുകൊണ്ട് mr²/2 എന്ന് എഴുതി. ആൽഫ നേരത്തെ തന്നെ നമ്മൾ എഴുതിയായിരുന്നു, A = α/r ആണ് കണ്ടീഷൻ ഫോർ റോളിംഗ്. അതിൽ നിന്ന് ആൽഫ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ A/r ആയിരിക്കും. അപ്പം ആൽഫയുടെ വാല്യൂ എഴുതി, ഐയുടെ വാല്യൂ എഴുതി. അപ്പോൾ fr = എന്ത് കിട്ടി? ½ ഈ ആറും പോയി കഴിയുമ്പോൾ ½ ma r എന്ന് കിട്ടി. ഓക്കെ ആണോ? അപ്പോൾ അതായത് എഫ് ഇവിടുത്തെ r എന്ന് വെച്ചാൽ റേഡിയസ്, r = ½ ma r. ഈ ആറും ക്യാൻസലായിപ്പോയി. നോക്കിക്കേ, ഈ ആറും ക്യാൻസലായിപ്പോയി. അപ്പോൾ f = ½ ma. അപ്പോൾ ഉത്തരം കിട്ടി. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ½ ma ആണ്. ഇങ്ങനെ എഴുതാൻ പറ്റില്ല, എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എയുടെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതിയാകും? നമ്മൾ നോക്കണം. ഇതാണ് ഇക്വേഷൻ 1, ഇതാണ് ഇക്വേഷൻ 2. ഓക്കെ, ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇതിലേതെങ്കിലും രണ്ടിൽ എ കോമൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഞാനൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം വിചാരിക്കുന്നു,
അതായത് ഈ ഒന്നാമത്തെ ഇക്വേഷനിലോട്ടൊന്ന് കടക്കാമെന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നാമത്തെ ഇക്വേഷനിൽ എഫ് ഉണ്ട്. എഫ് ഇപ്പം ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ നോക്കുവാണ്. എം ജി സൈൻ തീറ്റ മൈനസ് എഫിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു, ഹാഫ് എം എ വിച്ച് ഈസ് ഈക്വൽ ടു എം എ. അതെന്ന് പറയുന്നത് എം എ തന്നെ. അപ്പോൾ എന്ത് ഇവിടെ സോൾവ് ചെയ്തേക്കുന്നത് നോക്കിക്കേടാ. എം ജി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഹാഫ് ഇപ്പുറത്ത് പോകുമ്പോൾ എം എ മൈനസ് ഹാഫ് ഇപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് എം എ ആകും. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നറിയാമല്ലോ. ഹാഫ് പ്ലസ് 1 എന്ന് പറയുന്നത് 3/2. അപ്പോൾ 3/2 എം എ. അങ്ങനെയാണ് 3/2 എം എ ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 2/3. അപ്പോൾ ഇതിൻ്റെ അത് എനെ അവിടെ ഇട്ടിട്ട് ബാക്കിയൊക്കെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 3/2 അപ്പുറത്ത് പോകുമ്പോൾ 2/3 ആകും. അപ്പം എന്ത് കിട്ടി? എയുടെ വാല്യൂ കിട്ടി. ഓക്കെ, എന്നിട്ട് നോക്കി. അപ്പോൾ എയുടെ വാല്യൂ കിട്ടിയില്ല. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഹാഫ് എം എ ആണെന്ന് കിട്ടി. ഹാഫ് എം ഇൻറ്റു എയുടെ വാല്യൂ എന്ന് പറയുന്നത് 2/3 ജി സൈൻ തീറ്റയാണ്. ഈ 2 ക്യാൻസൽ ആയിപ്പോയി. അപ്പം എം ഒരു മിനിറ്റ്, ഇതിലേക്ക് ഇട്ടു. അപ്പോൾ ഹാഫ് എം അവിടെ ഉണ്ട്. എ എന്ന് പറയുന്നത് 2/3 ജി സൈൻ തീറ്റയാണ്. ഈ 2ഉം ക്യാൻസൽ ആയി പോകുമ്പോൾ 1/3 ജി സൈൻ തീറ്റ. എം ഉണ്ട് അല്ലേ? എം എവിടെ നിന്ന്? ഓക്കെ എം ഇവിടുത്തെ ക്യാൻസൽ ആയി പോകുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ എ ഹാഫ് എം എ ഇൻറ്റു എ ഹാഫ് എം എ എന്ന് പറയുന്നത് 2/3. ഓക്കെ, എം കൂടെ ഉണ്ട് കേട്ടോ. 1/3 എം ജി സൈൻ തീറ്റ എന്നാണ് കിട്ടുന്നത് അല്ലേ? എം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. എം ക്യാൻസൽ ആവുന്നില്ലല്ലോ അല്ലേ? ഓക്കെ, 2 മാത്രമേ ആകെ ക്യാൻസൽ ആവുന്നുള്ളൂ. അപ്പോൾ എം ജി സൈൻ തീറ്റ എന്നായിരിക്കും. 1/3 എം ജി സൈൻ തീറ്റ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ തിയറിക്ക് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കാണിക്കാം. നമുക്ക് വേണമെങ്കിൽ ഡൈനാമിക്സ് ഓഫ് റിജിഡ് ബോഡി ഒക്കെ നോക്കി സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്തോ കേട്ടോ. കണ്ടീഷൻ ഫോർ റോളിംഗ് നോക്കി. ഇത് വേറൊരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. മിസ്സ് ഇത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ. സെയിം ആൻസർ തന്നെയാണ് വരുന്നത്. ഇതല്ലല്ലോ, നോക്കൂ. ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെയുള്ള ആക്സിലറേഷനും ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെയുള്ള വെലോസിറ്റി, ഇത് വേറൊരു രീതിയിൽ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ മനസ്സിലാവണമെങ്കിൽ, പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ രീതി ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, 2 ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യണം. ഇക്വേഷൻസ് പഠിക്കണം കേട്ടോ. ഓക്കെ, എത്രയാണ് നമ്മൾ കണ്ടതുണ്ടോ? ഇതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. ഓക്കെ, താങ്ക് യു.